ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. പണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ബ്രാൻഡായിരുന്നു മോട്ടറോള എന്ന് പറഞ്ഞത്. അതിനുള്ള കാരണം വേറൊന്നുമല്ല, അതിന്റെ ഡിസൈനിങ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആയിരുന്നു മോട്ടറോളയുടെ ഫോൺസിന്. 2004 ആദ്യമായിട്ട് മോട്ടറോളയുടെ ഒരു റേസർ എന്ന് പറഞ്ഞ സീരീസിലെ ഫോൺ പുറത്തിറക്കാൻ തുടങ്ങിയത്. ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഫ്ലിപ്പ് ഫോൺ ആയിരുന്നു. അതായത് ഫോണിന്റെ താഴെയുള്ള ഭാഗം കീപാഡും അതുപോലെ മുകളിലുള്ള ഭാഗം ഡിസ്പ്ലേയുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മോട്ടോറോളയുടെ തന്നെ ഈ റേസർ സീരീസിൽ നിരവധി ഫോണുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വരവോട് കൂടി ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ നിന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ വീണ്ടും റേസർ എന്ന പേരിൽ ഫോൾഡബിൾ സ്ക്രീൻ സ്മാർട്ട് ഫോൺ പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മോട്ടോറോള കമ്പനി. മുൻപുണ്ടായിരുന്ന സാംസങ് ഗാലക്സി ഫോൾഡ്, അതുപോലെ ഹുവാവേ മേറ്റ് എക്സ് തുടങ്ങിയ ഫോണുകളെക്കാളും തികച്ചും വ്യത്യസ്തമായിരിക്കും. കാരണം മോട്ടോറോളയുടെ റേസർ എന്ന് പറഞ്ഞ സീരീസിൽ തന്നെ പഴയ ആ ഒരു മോഡലിനെ പോലെ തന്നെയാണ് ഇവർ പുതിയ ഫോണും ഇറക്കുന്നത്. ഗാലക്സി ഫോൾഡ് അല്ലെങ്കിൽ ഹുവാവേ മേറ്റ് എക്സ് എന്ന് പറഞ്ഞ ഫോണൊക്കെ മടക്കി കഴിയുമ്പോൾ നമുക്കൊരു സ്മാർട്ട് ഫോണിന്റെ വലിപ്പവും തുറന്നു കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റിന്റെ വലിപ്പമായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ മോട്ടോറോളയുടെ റേസർ എന്ന് പറഞ്ഞ ഫോണ് മടക്കി കഴിഞ്ഞാൽ പഴയ ആ ഒരു ഫോണിനെ പോലെ തന്നെ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ ഫോണിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 6.18 ഇഞ്ചസ് AMOLED ഡിസ്പ്ലേ ആണ് ഫോണിന് വരുന്നത്. അതുപോലെ സെക്കൻഡറി എക്സ്റ്റേണൽ ഡിസ്പ്ലേയും ഉണ്ട്. ഇതിൽ ടൈമും നോട്ടിഫിക്കേഷനും തുടങ്ങിയവ കാണിക്കും. Android 9 Pie ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Qualcomm Snapdragon 710 ആണ് പ്രോസസ്സർ വരുന്നത്. ഇതൊരു ഒക്ടാ കോർ പ്രോസസ്സറാണ്. Adreno 616 ആണ് GPU വരുന്നത്. കാർഡ് സ്ലോട്ട് അപ് ടു 256 GB, 4 GB റാം, 64 GB അതുപോലെ തന്നെ 6 GB റാം, 128 GB ഇന്റർണൽ മെമ്മറി വരുന്നത്. സിംഗിൾ ക്യാമറയാണ് ബാക്കിൽ വരുന്നത്, അതും 12 മെഗാ പിക്സലിന്റെ ക്യാമറ. ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 മെഗാ പിക്സലിന്റെ ആണ്. 2730 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. ടൈപ്പ് സി കേബിൾ ആണ് ഫോണിന് വരുന്നത്. ഫിംഗർ പ്രിന്റ് സ്കാനർ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ബൈ.